തിളപ്പിക്കുക, ഈ പരിപാടിയൊന്നും CMCയിലില്ല. എനിക്കറിയത്തില്ല. കുറേ ആരാണ്ട് പറഞ്ഞു കുപ്പിയിലെ ബോട്ടിലൊക്കെ തിളപ്പിക്കായിട്ടിട്ട് ഞാൻ ഓഫ് ചെയ്യാൻ വറുത്തു, മുഴുവൻ വറുത്തു. അങ്ങനെയാണ് എൻ്റെ നഴ്സിംഗ് തുടങ്ങിയത്, വിത്ത് ഫോളിഷ്നെസ്. അത് പറയുന്നില്ല എനിക്കൊരു മടി. ഞാൻ സ്റ്റുഡൻസിനോട് പറയും, ചില പൊളിറ്റിക്സൊക്കെ ഇതിനകത്ത് ഒത്തിരി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് നമ്മളെ ഡിസ്ക്രിമിനേഷൻ ഒരുപാടുണ്ട് അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വലിച്ച് താഴോട്ടിടാനുള്ള ഇത് ഒരുപാട്. അപ്പം നമ്മൾ എപ്പോഴും നിറത്തിൻ്റെ പേരിലാണോ? നിറത്തിൻ്റെ പേരല്ല, എല്ലാം ഉണ്ട് അതിനകത്തുണ്ട്. ഏത് പ്രൊഫഷണൽ ആണെങ്കിലും ഡോക്ടർ എലിസബത്ത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് അവർ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ എന്ത് ചെയ്യും? മാറ്റും, തീർച്ചയായിട്ടും മാറ്റും. എൻ്റെ കൂടെ ഇപ്പോഴുള്ളത് അസാധാരണയായ ഒരു പ്രതിഭയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അസാധാരണമാണല്ലോ. ഓക്കെ, പേര് ഡോക്ടർ എലിസബത്ത് സൈമൺ. എലിസബത്ത് സൈമനെ പരിചയപ്പെടുത്തുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന ഏറ്റവും ഉന്നതമായ സ്കോളർഷിപ്പുകളിലൊന്നാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്. അത് അമേരിക്കയിൽ വന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ പഠിക്കുവാനുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ സവിശേഷമായ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ അപൂർവമായ ഒരു സംഭവമാണ്. അങ്ങനെയുള്ള ആ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് 3 തവണ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഡോക്ടർ എലിസബത്ത് സൈമൺ. എനിക്ക് ദീർഘവർഷങ്ങളായി പരിചയമുണ്ട്. സ്വാഗതം ചെയ്യുന്നു ഹല്ലേലൂയ ന്യൂസിലേക്ക്. കൊല്ലമാണ് സ്വദേശം, കുണ്ടറ. അവിടെയാണ് ജനിച്ചു വളർന്നത്. ദീർഘവർഷങ്ങളായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നു. ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്തിക്കേ, എന്താണ്, ഏത് ഫീൽഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? നഴ്സിംഗ് ആണെന്ന് എനിക്കറിയാം. എന്നാൽ എങ്ങനെയാണ് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിലേക്ക് എത്തിയത്? അതിന് മുമ്പുള്ള പശ്ചാത്തലം എന്താണ്? അതൊന്ന് പറഞ്ഞു. പ്രിൻസ് ലോർഡ്, ഇങ്ങനെ ഒരു അവസരം കിട്ടിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവ്വമഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അമേരിക്ക സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഒരുപാട് എക്സസ് മണി ഉണ്ടായിരുന്നപ്പോൾ വില്യം ഫുൾ ബ്രൈറ്റ് എന്ന് പറഞ്ഞ സെനറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. നമ്മൾ വാറിന് വേണ്ടി ഉപയോഗിക്കാതെ പീസിന് വേണ്ടിയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയും ഒരു സ്കോളർഷിപ്പ് അത് ബോത്ത് ആക്കഡമിയയിലെ പ്രൊഫസേഴ്സിനും സ്റ്റുഡൻസിനും വേണ്ടിയുള്ള ലോകമെമ്പാടും 160 കൺട്രി ഇതുമായിട്ടുണ്ട്. നമ്മുടെ നെഹ്റു ഇരുന്ന സമയത്ത് അദ്ദേഹം ഇത് ഒരു എഗ്രിമെൻറ്റിലേക്ക് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ പലരും ഫുൾ ബ്രൈറ്റ് സീനിയർ സ്റ്റുഡൻസിന് ജൂനിയർ സ്കോളേഴ്സ് എന്നും പ്രൊഫസേഴ്സിന് സീനിയർ സ്കോളേഴ്സ് എന്നും പറയും. ക്ലിനീഷ്യൻ എക്സ്പേർട്സ് പ്രൊഫസേഴ്സ് മാത്രമല്ല. അപ്പോൾ നമ്മൾ ആ പ്രൊഫഷനിലുള്ള ഹയസ്റ്റ് ഡിഗ്രി നമ്മുടെ നേരത്തെയുള്ള പലതും നോക്കിയാണ് അവർ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് തരുന്നത്. അതിന് 1 വർഷത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഏകദേശം ഉണ്ട്. 3 ലെവൽ ഓഫ് വെറ്റിംഗ് ഉണ്ട്. ആദ്യം അമേരിക്ക, പിന്നെ ഹോസ്റ്റ് കൺട്രി, പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റി അങ്ങനെ. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഫുൾ ബ്രൈറ്റിൻ്റെ പോവുകയാണെങ്കിൽ ഇപ്പം പലതരത്തിലുള്ള സ്കോളർഷിപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഫുൾ ബ്രൈറ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യം അവർക്ക് എന്തോ അമേരിക്കയിൽ നിന്ന് വേണം എന്ന് എഴുതിയ ഒരു പ്രപ്പോസൽ നമ്മളുമായിട്ട് മാച്ച് ചെയ്യുക. അപ്പം 3 വർഷം ഞാൻ 2024 തൊട്ട് 2027 വരെ ഒരു റോസ്റ്ററിലായിരുന്നു. അവർ തന്നെ എന്നോട് പറഞ്ഞു അത് ആകാൻ അങ്ങനെ, അല്ലെങ്കിൽ എനിക്കിതുപോലും അറിയത്തില്ല. ദൈവത്തിൻ്റെ ഓരോ വഴി നടത്തിപ്പുകളാണ് നമ്മളെ വളരെ ശ്രേഷ്ഠമായ വിധത്തിൽ ദൈവം നടത്തുന്ന ഓരോ വഴികൾ. അപ്പം അതിന് ആ കൺട്രിയുടെ ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മീറ്റ് ചെയ്യാം. പക്ഷേ ഫുൾ ബ്രൈറ്റ് നെഹ്റു അവാർഡ് അല്ലെങ്കിൽ വലിയ ലാർജർ ഫുൾ ബ്രൈറ്റ് സ്കോളർ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രപ്പോസലാണ്. ഞാൻ എഴുതുന്ന പ്രപ്പോസൽ ആ രാജ്യത്തിന് വേണ്ടി എഴുതി ആ പ്രപ്പോസൽ അവർക്ക് താല്പര്യമാണ്. ഈ 3 ലെവൽ വെറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്കറിയാം. അപ്പം ഞാൻ ഒരു ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ജോർഡൻ എക്സ്ക്ലൂസീവ് നേഴ്സിങ്ങിന് ഫുൾ ബ്രൈറ്റ് ഉണ്ട്. അതിൻ്റെ ക്വീന് റാണ അത് ഫണ്ട് ചെയ്യുന്നത്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കൾച്ചറൽ അഫയേഴ്സാണ് ഇതിനെ പൈസ തരുന്നത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ 84 കഴിഞ്ഞാന്ന് തോന്നുന്നു പകുതി എമൗണ്ട് ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഈ സ്കോളറിന്.
അതുകൊണ്ട് അത് കഴിഞ്ഞ് ഫുൾ ബ്രൈറ്റ് നെഹ്റു എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം പിന്നെ അബ്ദുൽ കലാം കൂടെ ആഡ് ചെയ്തു, ഫുൾ ബ്രൈറ്റ് അബ്ദുൽ കലാം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് ആദ്യമായിട്ട് എന്നാ കിട്ടിയത്? എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് 2015-16 അക്കാഡമിക് ഇയറില. 2015. ഓക്കെ. അത് അന്ന് എവിടെയായിരുന്നു? ശരിക്കും അമേരിക്ക തന്നെയായിരുന്നു? ഞാൻ ഇന്ത്യയിലാണ് ചൂസ് ചെയ്തത്. ഇന്ത്യയിൽ ചൂസ് ചെയ്താൽ നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് ഫുൾ ബ്രൈറ്റേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജോർഡനിലൊന്ന് അപ്ലൈ ചെയ്തായിരുന്നു. ജോർഡൻ എക്സ്ക്ലൂസീവ് നഴ്സിംഗ് ഫുൾ ബ്രൈറ്റ് ഉണ്ടായതുകൊണ്ട് കിട്ടാൻ ഞാൻ വെച്ചു, രണ്ട് പൊസിഷനേ ഉള്ളത്. അപ്പോൾ ഞാൻ അപ്ലൈ എനിക്ക് കിട്ടിയില്ല. എൻ്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ല, റിജക്റ്റ് ചെയ്തു. വാട്ട് എവർ മേ ബി റീസൺ. എനിക്ക് ചിലപ്പോൾ എൻ്റെ പബ്ലിക്കേഷനിൽ ഒരുപാട് ക്രിസ്ത്യൻ ഇതുണ്ട്. എന്തായാലും അത് കിട്ടി. ആദ്യത്തെ ഫുൾ ബ്രൈറ്റ് കിട്ടിയത് 2015 ഇൻഡോറിലേക്കായിരുന്നു. എൻ്റെ പ്രപ്പോസൽ എൻ്റെ ഫോക്കസ് ഓഫ് മൈ പ്രപ്പോസൽ നഴ്സിംഗ് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. നമ്മൾ ഇപ്പം തന്നെ മെഡിസിന് കിട്ടാതെ നഴ്സിങ്ങിന് പോവും. അങ്ങനെ നല്ല കാലിബറിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്ക് അമേരിക്കയിലെ പോലെ വെസ്റ്റേൺ കൺട്രീസിലെ പോലെ ഒരു റെക്കഗ്നിഷൻ ഇല്ല, പബ്ലിക് വിസിബിലിറ്റി ഇല്ല, ഒരു നല്ല പ്രൊഫഷനായിട്ടുള്ള കരുതലില്ല. അത് ഈ പുവർ കൺട്രീസിനെല്ലാം ഉണ്ട്. ഇന്ത്യ പുവറാന്ന് പറയുന്നില്ല, ബ്രിക് കൺട്രിയാ. പക്ഷേ ആ ഒരു കൺസെപ്റ്റിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് എത്രമാത്രം നോളജ് ഉണ്ടോ ഡോക്ടേഴ്സിന് അറിയാം, അവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പബ്ലിക്കിന് അത് അവയർനെസ് ഇല്ല, പബ്ലിക്കിന് എപ്പോഴും. അതുകൊണ്ട് ആ പ്രോജക്റ്റ് ആയിരുന്നു എൻ്റെത്. എൻ്റെ മാസ്റ്റേഴ്സ് ക്രിട്ടിക്കൽ കെയർ നഴ്സ് ഞാൻ ഇവിടെ വന്നാണ് പഠിച്ചത്. എൻ്റെ ഫസ്റ്റ് എൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണെന്നാലും BS എന്ന് പറയുന്നത്. അത് ഞാൻ CMC ലുധിയാന പഠിച്ചത്. എൻ്റെ നല്ല ഫൗണ്ടേഷനാണ്. നമുക്കറിയാമല്ലോ, വെരി ഡെഡിക്കേറ്റഡ് ഫാക്കൽറ്റി, ഡെഡിക്കേറ്റഡ് ഫിസിഷ്യൻ. ഈ ഇന്ത്യ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ അന്ന് തൊട്ടേ, ഞാൻ 81 ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ആ എല്ലാ കൺസെപ്റ്റും അമേരിക്കയിലും കൂടുതൽ നമ്മുടെ അവിടെ ഉണ്ട്. അപ്പോൾ മെഡിസിൻ ഡോക്ടേഴ്സും എല്ലാം കൂടെ നമ്മൾ അന്ന് തൊട്ടേ ചലഞ്ച് ചെയ്യുവാനും. അപ്പോൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാം. എനിക്ക് എപ്പോഴും CMC അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ കമ്മ്യൂണി ഹെൽത്ത് ഇവിടുത്തുള്ള പിള്ളേരുടെ ഒരു 10 ഇരട്ടി എക്സ്പീരിയൻസ് നമുക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട്. വി ആർ വെൽ വേഴ്സ്ഡ് എന്ന് പറയാം. അപ്പോൾ റൂറലും അർബനും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പ്രിവെൻറ്റീവ് മെഡിസിൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് 1 and 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അത്രയും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നഴ്സിംഗ് ഫാക്കൽറ്റിയും മെഡിക്കൽ ഫാക്കൽറ്റിയും ഒരുമിച്ച് ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസും എല്ലാ ആഴ്ചയിലും പിന്നെ പ്രസൻറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ആരോടാ? മെഡിക്കൽ സ്റ്റുഡൻസിനോട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കോമ്പറ്റേറ്റീവ് ലെവലിലാണ് CMC ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ തന്നത്. അതിൻ്റെ മേളിലാണ് നമ്മളെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ആദ്യത്തെ എൻ്റെ പബ്ലിക് വിസിബിലിറ്റി ഓഫ് നഴ്സിംഗ് എന്നുള്ള പ്രോജക്റ്റിൽ 3 ഇതായിരുന്നു ഞാൻ പ്രപ്പോസ് ചെയ്ത്. അത് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് 14 അക്സെപ്റ്റ് ചെയ്തു. ഞാനന്ന് കോളേജിൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുക. അവരെനിക്ക് ന്യൂയോർക്കിൽ. അന്ന് ഞാൻ നന്ദീനായിരുന്നു. എന്നാലും എനിക്ക് സബാറ്റിക്കൽ തന്നു. പിന്നെ 1 വർഷത്തെ സബാറ്റിക്കൽ ഉണ്ടായിരുന്നു. നാട്ടിലോട്ട് പോയി. ഞാൻ ഇൻഡോറിലായിരുന്നു. ഇൻഡോർ എന്ന് പറഞ്ഞാൽ ചോദിത്തറാം. അത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ നോൺ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ വർക്ക് ചെയ്യുകയും പഠിച്ചതും സെൻറ്റ് ജൂഡ്, പിന്നെ കൊല്ലത്ത് CSIയുടെ സ്കൂള്, പിന്നെ ഫാത്തിമ കോളേജ്. CSI ബാക്ക്ഗ്രൗണ്ട് ആണ്. എൻ്റെ അമ്മച്ചി ഞങ്ങൾ CSI ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു CSIയിലെ പ്രവർത്തകരായിരുന്നു. ഒരുപാട് പേര് നമുക്കറിയാലോ CSIയുടെ കൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. അവർ പല സായിപ്പന്മാരുടെയും കൂടെ ഈ പാവങ്ങളെല്ലാം കൊണ്ടുവന്ന് പഠിപ്പിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടിട്ടില്ല. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എൻ്റെ വല്യമ്മച്ചിയുടെ ഫാദർ, പുള്ളി CSI ഒരു ഉപദേശി പോലെ ഇവരെല്ലാം കൂടെ നടന്ന് ആ മഞ്ഞക്കാല എന്നൊക്കെ പറയുന്ന ആ റിമോട്ട് വില്ലേജിലൊക്കെ പാവങ്ങളെല്ലാം സഹായിക്കുകയും അങ്ങനെയെല്ലാം ചെയ്യുകയും അവർ ഒരു തരം പറഞ്ഞാൽ അവരെ മനുഷ്യരാക്കി അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഉള്ളത്. അപ്പം ആ അപ്പച്ചൻ, വലിയ അപ്പച്ചൻ ഭയങ്കര പരിശുദ്ധാത്മ ആവശ്യമില്ലെങ്കിലും ഭയങ്കര അധികാരമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വല്ലവനും വന്നാൽ എല്ലാവരും വന്നു വരും, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഈ പാവങ്ങളെ. അപ്പം ഒരു പ്രാവശ്യം കൊണ്ട് ഒരു പാമ്പ് കടിച്ചിട്ട് വന്ന് യേശുവിൻ്റെ നാമത്തിൽ ചുണ്ണാമ്പിട്ടിട്ട് ഇതിൻ്റെ അപ്പുറത്ത് നീ പോരുതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരെ ആത്മീയ അധികാരം ഉണ്ടായിരുന്നുണ്ട്.
പക്ഷെ അപ്പച്ചൻ വല്യപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ പിന്നെ എൻ്റെ വല്യമ്മച്ചി പുള്ളിക്കാരത്തി ബർമ വെച്ച് വിധവയായതാണ്. 5 കൊച്ചുങ്ങളെയും കൂടി പോയിരുന്നു. എൻ്റെ അച്ഛനും എൻ്റെ അമ്മച്ചി ഏറ്റവും മൂത്തത്. അപ്പം പോയിരുന്നു. അവിടെ വെച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദർ ടീച്ചറായിരുന്നു ബർമയിൽ. അന്ന് BA ഇംഗ്ലീഷൊക്കെ കഴിഞ്ഞ് നല്ല എഡ്യൂക്കേഷൻ, എന്നാലും നമുക്ക് എഡ്യൂക്കേറ്റഡ് ഫാമിലിയാണ്. അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് മഞ്ഞക്കാല സെറ്റിലായി. അന്ന് പുള്ളിക്കാരി തന്നെ കേസ് പറഞ്ഞ് ശ്രീനം തിരിച്ചു മേടിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഭയങ്കര അഭിമാനിയായിരുന്നു, കാണാനും ഭയങ്കര ഒരു ഗ്ലാമറുള്ള ഒരു സ്ത്രീയായിരുന്നു. 28 years ആയപ്പം വിധവയായി, 5 കൊച്ചുക്കളുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ഹസ്ബൻഡ് വീട്ടുകാരെല്ലാം പുനലൂർ ആ സൈഡ്, പുനലൂര അവിടെ പോയി താമസിച്ചാൽ മതി, ഞങ്ങൾ ടേക്ക് കെയർ. അവർ കൃഷിക്കാരാണ്. അപ്പം എൻ്റെ വല്യമ്മച്ചിക്ക് അത് താല്പര്യമില്ല. അറിഞ്ഞില്ല, ഞാൻ എൻ്റെ മക്കളെ അഭിമാനത്തോടെ വളർത്തും. 28 ഷീസ് വെരി, പലരും ലിസി എന്നായിരുന്നു പേര്, അഡ്വക്കേറ്റ് ലിസി എന്ന് വിളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ തന്നെത്താൻ കേസ് പഠിച്ച് പുനലൂർ കോർട്ടിൽ പോയി വക്കീലിനെ വെക്കാൻ കാലഘട്ടത്തിലെ കാര്യം ഇത് എത്ര എനിക്ക് അറിയില്ല. എൻ്റെ ഇപ്പൊ എൻ്റെ മദർ ജീവിച്ചിരുന്നായിരുന്നു എനിക്കറിയത്തില്ല ഏത് എക്സാക്ട്ലി വർഷം. ബട്ട് എൻ്റെ കാലഘട്ടം 1930s ആയിരിക്കും, 30s കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ മദർ, ഞാൻ ജനിച്ച എൻ്റെ അമ്മച്ചിക്ക് 36 years ഓൾഡായപ്പോഴാണ്. അതിലൊക്കെ പക്ഷേ ഷീ വാസ് മച്ച് യങ്ങർ, യുനോ. ആ കാലത്ത് 20s ഞാൻ നോക്കി 20s-ലും 30s-ലും ആയിരിക്കും. അന്ന് ഈ സ്ത്രീകൾ ഇത്രയും ബോൾഡ്നെസ്സിൽ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള സാധനം. അപ്പോൾ എനിക്ക് പാസ്റ്റർ പിയോ ചുരൻ മരിച്ച ചർച്ചിലാണ് ഞങ്ങൾ അമേരിക്ക ഒന്ന് ആദ്യം പോകുന്നത്. അപ്പോൾ എൻ്റെ വല്യമ്മച്ചി മരിച്ചപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ഇതുപോലെ കഴിവുള്ള സ്ത്രീയെ കണ്ടിട്ടില്ലെന്ന്. അതേപോലെ ഭയങ്കര ഒരു അയൺ ലേഡിയായിരുന്നു. ആരുടെ കുനിഞ്ഞു കൊടുക്കാൻ ഇഷ്ടമല്ല. എന്നാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യും. വെരി ഗുഡ് ഇൻ കുക്കിംഗ്. ഞാൻ എപ്പോഴും പറയും, ഈവൻ നമ്മുടെയൊക്കെ പഴയ ബേക്കൊന്നും ഇല്ലായിരുന്ന സമയത്തെ ഈ തൊണ്ടും എൻ്റെ പേളിൽ ഇങ്ങനെയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് കുക്കി വരെ ബിസ്ക്കറ്റ്സ് വരെ ബേക്ക് ചെയ്ത് അങ്ങനെ തരുമായിരുന്നു. അത് ഒരു ചില ബർമ ജീവിച്ചു. പിന്നെ പുള്ളിക്കാരൻ അസോസിയേഷൻ കൂടുതലും, ഫോർ എക്സാമ്പിൾ ആവണിശ്വരത്തിൻ്റെ സ്റ്റേഷൻ അടുത്ത് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ വൈഫ് അവരൊക്കെ ഉണ്ടല്ലോ, അവരുമായിട്ട് അസോസിയേഷൻ അങ്ങനെ ഷീ ന്യൂ ക്വൈറ്റ് എ ലോട്ട്. പിന്നെ ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദർ കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അത്ര പഠിച്ചിട്ടില്ല എൻ്റെ പേരൻസ്. എന്നാലും ബിയോണ്ട് ഹെർ കപ്പാസിറ്റി. ഈ മിസ്സസ് കെന്നഡിയുടെ കട്ടിങ് എല്ലാം ഉണ്ടായിരുന്നു. അവർ മരിച്ചു അവരും വിധവയായതുകൊണ്ട് അപ്പോൾ ഭയങ്കര എന്നോട് കാര്യങ്ങൾ, കെന്നഡിയുടെ കാര്യം. പിന്നെ നമ്മുടെ ആദ്യത്തെ വനിതാ ജഡ്ജിൽ അന്നാചാണ്ടിയോ, അവരുടെ എല്ലാം കാര്യങ്ങൾ ആ പുള്ളി ഇൻസ്പയർ ചെയ്യുന്നത്. പക്ഷേ ഒനാസിസിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വലിയ സങ്കടമായിപ്പോയി. എൻ്റെ പുള്ളിക്കാരത്തെ ജീവിതം മുഴുവൻ പിന്നെ ഒത്തിരി വായിക്കും, ഒരുപാട് വായിക്കും. എന്നോട് ഇവിടുത്തെ മായന്മാരുടേതും ഇങ്കാസിൻ്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വനിത അന്നൊക്കെ തുടങ്ങി വനിത വന്നപ്പോൾ പുള്ളി ആദ്യം പിടിച്ചു പറയും. അങ്ങനെ എന്നെ ഒരുപാട് ഇൻസ്പയർ. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, ഹൈസ്കൂളിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. നഴ്സിംഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് ഒരു അത്ര വലിയ ഇല്ല. പുള്ളിക്ക് ഒന്ന് ലോയ്ക്ക് പോകണമെന്നായിരുന്നു. ഞാൻ പുള്ളിക്കാരത്തിൽ ലോറാൻ പറ്റിയില്ല. പക്ഷേ ഈ അപ്പം അങ്ങനെ ചിലരൊക്കെ അഡ്വക്കേറ്റ് ലിസി എന്ന് പറയാൻ തുടങ്ങി. കോർട്ടിൽ പോയി കേസ് പറഞ്ഞ് ക്ഷീണിച്ചൊക്കെ തിരിച്ചു വരുമ്പോൾ അപ്പം എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരു കൺസെപ്റ്റിൽ വളർന്നെങ്കിലും പിന്നെ ഇവൻ കല്യാണത്തിനേരെ ഞാൻ ഒരു വെള്ളസാരിയും വെള്ളവും ഇട്ടുണ്ട്. അപ്പം നീ എന്നാ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്ന പോലെ ഇങ്ങനെ അങ്ങനെ ഓർക്കണം അമ്മച്ചി അങ്ങനെ. അപ്പോൾ എൻ്റെ അമ്മച്ചി ആദ്യം പിന്നെ ഈ നഴ്സിങ്ങിന് പഠിക്കും. ആദ്യം 10 SLC അല്ലല്ലോ അന്ന്, വേറെ ഉണ്ട് ഹയർ സെക്കൻഡറി പഠിച്ചപ്പോൾ പുള്ളിക്കാരത്തി പോസ്റ്റ് ഓഫീസ് ജോലിക്ക് അവിടെ തന്നെയുള്ള അവനീശ്വരം പോസ്റ്റ് ഓഫീസിൽ ജോലിക്ക് പോയി. പക്ഷെ പുള്ളിക്കാരത്തേക്ക് എപ്പോഴും നൈറ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ വല്യമ്മച്ചിയോട് ഭയങ്കര, എല്ലാ മക്കളേലും കൂടെ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര, അമ്മയോട് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ പിന്നെ നഴ്സിങ്ങിന് പോകാൻ ഡിസൈഡ് ചെയ്തു. ഈ പോസ്റ്റ് ഓഫീസ് ജോലി വിട്ടിട്ട് അന്നൊരു ചെറിയ ജോലി ഇങ്ങനെ അങ്ങോട്ട് എഴുതുക, പച്ച കളറിൽ എഴുതുക, പോസ്റ്റ് ഓഫീസിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നഴ്സിങ്ങിന് പഠിക്കാൻ. അന്ന് രജിസ്റ്റേർഡ് നഴ്സിംഗ് തുടങ്ങുന്ന സമയത്ത് നെയ്യൂർ എന്ന് പറയുന്ന അവിടെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അമ്മച്ചി കുറച്ച് നാൾ അവിടെ വെച്ച് വിശ്വാസിയായി. അവിടെ വെച്ചല്ല ആദ്യം വിശ്വാസത്തിൽ വരുന്നത്. അപ്പം അവിടെ വെച്ച് അപ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു വല്യമ്മച്ചിക്ക്. ദേഷ്യം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ആവശ്യമില്ല, പെന്തക്കോസ്തുകാരൻ അത്ര അന്നത്തെ ഒരു സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഭോപ്പാലിൽ വെച്ച് അമ്മച്ചി സ്നാനപ്പെടുന്നു, IPC-യിൽ സ്നാനപ്പെടുന്നത്.
അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി വളരെ സ്ട്രോങ് ആയിട്ട് നിന്നും പിന്നെ നിർബന്ധിച്ച് എൻ്റെ പാപ്പായെ കൊണ്ട് കല്യാണം കഴിക്കും. വിശ്വാസിയല്ലായിരുന്നു. അപ്പോൾ അവർക്ക് മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു. നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇവർക്ക് ഒരു പ്രായത കൊടുക്കുമല്ലോ, ഒരു ക്ലിനിക്കെല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് ആൾ അമ്മ വിശ്വാസിയായപ്പം വിശ്വാസി അല്ലാത്ത ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അത് ഒത്തിരി ഇതിലൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു സ്ട്രോങ്, എൻ്റെ വലിയമ്മച്ച എല്ലാവർക്കും അറിയാം, വെരി വെരി സ്ട്രോങ്. അപ്പം പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ അന്നേരം കുണ്ടറയാണ് താമസിച്ചിരുന്നത്. പപ്പായ്ക്ക് എഴുകോളൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അമ്മച്ചി കഴിഞ്ഞ് ഭോപ്പാലിൽ നിന്ന് കൊണ്ടുവന്നു. പുള്ളിക്ക് പപ്പായ്ക്ക് ഇൻഡിപെൻഡൻറ്റ് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു എപ്പോഴും ഇണയില്ലാൽ പിണ അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. അമ്മച്ചി എപ്പോഴും പറയും ഇണയില്ലാൽ പിണ കൂടുതൽ എനിക്ക് പവറില്ലായിരുന്നു, യുനോ വോയിസ്ലെസ്നെസ് ഓഫ് എ ഫീമെയിൽ, അത് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി അങ്ങനെ വിശ്വാസത്തിൽ വന്നത്. പിന്നെ അമ്മച്ചി പ്രാർത്ഥിച്ച് എൻ്റെ അമ്മാച്ചൻ, പിന്നെ ആൻറ്റി ലീലാമ്മ ഡാനിയൽ, അവരെല്ലാവരും അമ്മച്ചിയിലും കൂടുതൽ ആത്മീയമായിട്ട് വിസിബിളായി, ആഴങ്ങളുണ്ടായി. അങ്ങനെ ഞങ്ങൾ കുണ്ട്ര അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഫാസ്റ്റർ പി ചെറിയാനായിട്ടും അവരുടെ ഫാമിലിയായിട്ടും ഒക്കെ അതുകൊണ്ട് ഭയങ്കര കണക്ഷൻ. ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ അത് കഴിഞ്ഞ് എൻ്റെ ഞാൻ ലുധിയാനയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഞങ്ങളുടെ വീട്ടിലൊരു വലിയ ഒരു മെറ്റീരിയലിസം ഇല്ല. നമുക്ക് കർത്താവിൻ്റെ വേല ദൈവത്തിന് വേണ്ടി ചിലവാക്കുക, അങ്ങനെ ഒരു, ഞാൻ എപ്പോഴും പറയാം, അതാണ് നമ്മുടെ വീട്ടിലൊന്നുമില്ല. അപ്പം ഞാൻ ഡിസൈഡ്, CMC നല്ല ഫീസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മച്ചിയുടെ സാലറിയിലൊക്കെ എത്രയോ ഇരട്ടി ഫീസ് കൊടുത്താണ് പഠിച്ചത്. പക്ഷേ ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ നമ്മുടെ PM തോമസ് അവരുടെ കൂടെ നോർത്ത് ഇന്ത്യയിൽ പോകുക. അവിടെ ഞാൻ ഡിസൈഡ് ചെയ്തു. ഞാൻ CMC പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ EUവിൻ്റെ മീറ്റിംഗ് ഞാൻ കൊണ്ട്, അന്ന് ജോർജ് ഗോവറൊക്കെ ഒരു വർഷത്തെ ജൂനിയറായിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ ആരാധന. അപ്പോൾ അവിടെ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രാവശ്യം മീറ്റിങ്ങിൽ ഡോക്ടർ ലാജിയൊക്കെ എന്ന് പറയുന്ന, അവരൊക്കെ എവിടാന്ന് കൂടെ എനിക്കറിയത്തില്ല, അവരൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് മെഡിക്കൽ ഡോക്ടർ ലാജി ഡൽഹിയിലുണ്ട്. അവരൊക്കെ അന്ന് ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ട് സമയം, അന്ന് അപ്പോസ്റ്റലൻ PM തോമസ് ഒക്കെ അവിടെ വരുന്നു അവിടെ. അപ്പോൾ അന്നത്തെ ഒരു മീറ്റിംഗ് കാശ്മീർ മിഷൻ. അതിന് മുമ്പ് ഞാൻ എന്നെ എല്ലാവരും ഞങ്ങളുടെ ENFI എന്നൊരു ഗ്രൂപ്പുണ്ട്, എവാഞ്ചലിക്കൽ നഴ്സസ് ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ, മിസ് ഉണ്ണി ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ആ മീറ്റിങ്ങിലല്ല, ഏതോ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഡോക്ടർ ലാജി ആയിരുന്നു ഞങ്ങൾക്കൊരു ചലഞ്ച് തന്നു, മിഷൻ ചലഞ്ച് തന്നപ്പം ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ആരെ നോക്കില്ല. വെൻ ഐ സർവേ ദ വണ്ടർസ് ക്രോസ് എന്നുള്ള ആ പാട്ടുണ്ടല്ലോ, അതും അതിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. അപ്പം ഇവരുടെ കൂടെ എവാഞ്ചലിക്കൽ മിഷനിലും അവിടെ എവിടെയെങ്കിലും വർക്ക് ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം, മനാലിയിലോ അങ്ങനെ. അപ്പോൾ എൻ്റെ അമ്മാച്ചൻ സോളമൻ ഡേവിഡ് സാർ എന്ന് ചിലർക്ക് അറിയാം, കാരണം എൻ്റെ ഫാദറില്ലാത്തോണ്ട് ഒരു ഭയങ്കര ഇവരുടെ എല്ലാം കൺട്രോളിലാണ് വളർന്നത്. പാസ്റ്റർ പി തോമസ് അങ്ങനെയൊക്കെ ഇവർക്കൊക്കെ ഒരു ഫാദർലി അഫെക്ഷൻ എന്നോട് ഭയങ്കരമായിരുന്നു. അപ്പം അമ്മാച്ചൻ പറഞ്ഞു, നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ എങ്ങും പോകണ്ട, ഇവിടെ അടുത്തുള്ള മിഷൻ എന്തേലും. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഡോക്ടർ അലക്സ് എബ്രഹാം അന്ന് ജൂനിയർ റെസിഡൻ്റായിട്ട് വേറെ ആൻജിയെ ഞങ്ങൾ പേഴ്സണൽ കണക്ഷനാണ്. പുള്ളിക്കാരത്ത് ഞങ്ങളൊക്കെ ഇന്നർ സർക്കിൾ എന്ന് പറയുന്ന കുറച്ച് പേര് പ്രയർ ഗ്രൂപ്പിനുണ്ടായിരുന്നു. അപ്പോൾ റെസിഡൻസിൻ്റെ റൂമിൽ ഞങ്ങൾ പോയി, ഇവർ ഫാമിലി ആയിട്ടുള്ള ഒരു പ്രാർത്ഥന വെച്ച്. അപ്പോൾ അലക്സേബറാണ് എന്നെ ഒട്ടൻചിത്രത്തോട്ട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അതിനൊന്ന് വളരെ തുച്ഛമായ ശമ്പളം, 510 എൻ്റെ സാലറി ഫസ്റ്റ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡൽഹിയിലിപ്പോൾ 3000 അത്രയൊക്കെ അവരുടെ സാലറി. 100% ഞങ്ങളുടെ വീടിന് സപ്പോർട്ടാണ്. ഞങ്ങൾ എല്ലാവരും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇല്ല, അതൊരു നമ്മുടെ ജീവിതത്തിന് ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പം ഞാൻ 510 എൻ്റെ സാലറി, അവിടുത്തെ റെസിഡൻറ്റ് ഡോക്ടേഴ്സിന് 500 ഉള്ളൂ. അത്രയും ഏറ്റവും കൂടിയ ആൾ ഡോക്ടർ വെല്ലൂർ. അതൊക്കെ എന്ന് പറയുന്നത് ഈ ഇന്ത്യക്ക് കൊടുത്ത ഒരു സംഭാവന വലുതല്ലേ. ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് അതിനുവേണ്ടി സമർപ്പിച്ച് തങ്ങളുടെ എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ഉപേക്ഷിച്ച് സമർപ്പണത്തോടെ ജോലി ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ. ഇതിപ്പം തമിഴ്നാട് എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ഒട്ടൻചിത്രം, ഡോക്ടർ തര്യനാണ് അത് ആ വിഷനിൽ തുടങ്ങിയത്. അങ്ങനെ ഞാൻ അവിടെ പോകാൻ അവരെല്ലാവരും പൂർണ്ണ സമ്മതമായിരുന്നു. ഈ ഇത്രയും പൈസ ചിലവാക്കി പഠിപ്പിച്ചാൽ അതൊന്നുമല്ല, ഇത് പണം കർത്താവിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ള നമ്മുടെ കൈ അനുഗ്രഹിക്കപ്പെടുക. അങ്ങനെ 1.5 വർഷം ഞാൻ
ഒട്ടഞ്ചിത്രത്ത് 1.5 വർഷം വർക്ക് ചെയ്യുമെന്നറിയില്ല. അതിന് മുമ്പ് പിന്നെ എൻ്റെ അമ്മച്ചി ലേറ്റ് മാരേജ് ആയതുകൊണ്ടും പല നേഴ്സസ്, പല ഏർലി ലീഡേഴ്സ് ഉണ്ടല്ലോ, നേഴ്സിങ്ങിൻ്റെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, മിസ് ഫിലിപ്പ്, അവരെല്ലാവരും ദേ വെർ മാരീഡ് ടു നേഴ്സിംഗ്. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് പുള്ളിക്കാരത്ത് ലേറ്റ് മാരേജ് ആയതുകൊണ്ട്, വിശ്വാസം അതുകൊണ്ടാണ് ലേറ്റ് മാരേജ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം നേരത്തെ, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും എൻ്റെ അനിയത്തി, ഞങ്ങൾ 2 പേരും നേരത്തെ കല്യാണം കഴിക്കുന്നത് ഭയങ്കര. അപ്പോൾ പുള്ളിക്കാരി ധൃതിയാണ്, 25 വയസ്സിന് മുമ്പ് കല്യാണം കഴിഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് ഗൾഫിൽ പോകുന്ന ഇഷ്ടമല്ല, ഐ എം കോൾഡ് ടു മിഷൻ എന്നായിരുന്നു എൻ്റെ പൂർണ്ണ ചിന്ത. പക്ഷേ ഞാനിങ്ങനെ നോട്ടഞ്ചത് വർക്ക് ചെയ്യുന്നപ്പോൾ വീട്ടിൽ നിന്ന് വന്നു, പെട്ടെന്ന് എൻ്റെ കസിൻ ബിജുഡാനെ എന്നെ വന്ന് വിളിച്ചു, വീട്ടിൽ നിന്ന് ലെറ്റർ ഒന്നും ഇപ്പം നമുക്ക് അന്നത്തെ കാലത്ത് നോ എന്ന് പറയാനോ ഒന്നും വലുതായിട്ടില്ല. കല്യാണം ഇപ്പോഴും വേണ്ടെന്നൊക്കെ പറയാം. അന്ന് എനിക്കൊരു സുവിശേഷന കല്യാണം ചെയ്യാൻ ആഗ്രഹമായിരുന്നു, പ്രത്യേകിച്ച് പാസ്റ്ററല്ല, ഇവാഞ്ചലിക്കൽ നമ്മൾ യുയിലൊക്കെ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ഇത് നേരെ തിരിച്ച് ഗൾഫിൽ അങ്ങനെ ഒരു വിവാഹമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഗൾഫ് താല്പര്യമില്ല. കുറച്ചാൾ അവിടെ ഞാൻ ഫാമിലി വിസയിലാണ് പോയത്, ഫാമിലി വിസയിൽ പോയി, പിന്നെ ഒരു നല്ല ഹിറ്റാച്ചിയെല്ലാം ജോലിയായിരുന്നു. അങ്ങനെ പോയി അവിടെ ചെന്ന് ലോക്കലായിട്ട്, ഹസ്ബൻഡ് പേര് ബാബുക്കുട്ടി സൈമൺ, പുള്ളി അമ്പലക്കര ഉമ്മന്നൂർ. ഞാൻ ആദ്യമായിട്ട് ആ സ്ഥലം കേൾക്കുന്ന മാരേജിൻ്റെ സമയത്താണ്, അങ്ങനെ സ്ഥലം ഉണ്ടെന്ന് അറിയുന്നേ നമുക്ക്. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ നല്ല കായന ഏറിയ, പൊടിയൊന്നുമില്ല, കൊല്ലത്തെ പോലെ അടിച്ചു പൊടിയാണ്, നല്ല 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 ഫസ്റ്റ് ജനറേഷൻ പെൻറ്റക്കോസ്റ്റ്. അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ തഴമ്പിച്ചല്ലോ, അല്ല, കർത്താവുമായിട്ടുള്ള സെൻസിൽ അച്ഛനെ ഡൽഹി വെച്ച്, പാസ്റ്റർ കെ.ടി. തോമ അച്ഛൻ്റെ അവിടെ വെച്ച് ചേട്ടൻ ആദ്യം വന്നു, യാക്കോബായിന്ന് അവർ വിശ്വാസത്തിൽ വന്ന ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം. പുള്ളി IPC NRൻ്റെയൊക്കെ ഒരുപാട് പ്രവർത്തനമായിട്ടൊക്കെ നിയമിച്ചിട്ടുണ്ട് ഡൽഹി വെച്ച്. അങ്ങനെ ഞങ്ങളുടെ മാരേജ് ഞാൻ സൗദിയിൽ പോയി. എനിക്ക് സൗദി വിട്ടൊരു താല്പര്യമില്ല, ഞങ്ങൾ സീക്രട്ടായിട്ട് ആരാധന പലപ്പോഴും വീട്ടിൽ വെച്ച് ആരാധന നടന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് ധൈര്യം കുറവൊന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാവരും പറയാം, എനിക്ക് എൻ്റെ വല്യമ്മച്ചിയുടെ കുറച്ച് ധൈര്യമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും കുറച്ച് ഞാൻ പിന്നെ എന്നാൽ CG എഴുതി ഇവിടെ അമേരിക്ക വരാൻ എനിക്ക് പഠിക്കണം എന്നാഗ്രഹം. മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടെ വന്ന് അവിടെ വർക്ക് ചെയ്തു ഞാൻ. ഈ ഭയങ്കര റിമോട്ട് സൗദികളുണ്ടല്ലോ, പൂർ സൗദീസ്, അവരുടെ അവിടെ ഞാൻ വർക്ക് ചെയ്തു, അവിടെ ക്ലിനിക്കുകളിൽ. അപ്പം എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവിടും, തിരിച്ചു. അന്ന് ഡ്രൈവ് ചെയ്യാൻ അലൗഡ് അല്ലായിരുന്നു, കൊണ്ടുവിടും. അങ്ങനെ ഞാൻ ഫൈസലിയ എന്ന് പറയുന്ന ഒരു ചെറിയ ഇടത്ത് വർക്ക് ചെയ്തു. 4 പ്രാവശ്യം പോകണം, രാവിലെ പോകണം, തിരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡോക്ടർ ബംഗ്ലാദേശിയുടെ ഹസ്ബൻഡും അച്ഛനുമായിട്ട് പാർട്ണറിൽ ഇങ്ങനെ ഞങ്ങളെ ഇത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമേരിക്ക പഠിക്കാൻ വരണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ CGFNS എഴുതി, കുവൈറ്റിൽ പോയി എഴുതി. ഫസ്റ്റ് ചാൻസിൽ തന്നെ ദൈവം കൃപ ഒന്ന് പാസ്സായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ H1 വിസ, H1 1987 ഇവിടെ H1 വിസയിൽ വന്നു. അപ്പോൾ ഓൾറെഡി എനിക്ക് ഒരു 4 വയസ്സുള്ള മോനും ഒരു കുഞ്ഞു ബേബിയും ഉണ്ട്, മോളും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ വന്നേ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് ഹോസ്പിറ്റൽ കോർപ്പറേഷൻ ന്യൂയോർക്കിൽ. അത് തന്നെ വളരെ അത്ഭുതമാണ്. എൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ ഹസ്ബൻഡ് ഇവിടെ ഒരാൾ കല്യാണം കഴിച്ചതുകൊണ്ട് പുള്ളി നമ്മുടെ വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ എംബസി, സൗദി അമേരിക്കൻ എംബസി ഇൻ സൗദി കൊണ്ടുപോയതാണ്, ഞങ്ങൾ റിയാദിലാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചുമ്മാ നമ്മൾ ഓൺലൈൻ ഇൻ്റർനെറ്റൊന്നും അത്ര ഫെമിലിയർ അല്ലല്ലോ. അപ്പം ഞാൻ പോയി ലൈബ്രറിയിൽ നിന്ന് എംബസിയുടെ ലൈബ്രറിയിൽ പോയി കുറേ നമ്പർ എഴുതിയെടുത്തു. ഞാൻ CG പാസ്സായതുകൊണ്ട് അങ്ങനെ എഴുതിയെടുത്തു. കുറേ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പിന്നെ ആപ്ലിക്കേഷൻ അയച്ചു. അപ്പം എനിക്കൊന്ന് ഡാലസ് മെത്തഡിസ്റ്റ് അവിടെ നിന്നൊക്കെ ആദ്യം വന്നത് ഇൻ്റർവ്യൂവിന് വേണ്ടി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ടായിരുന്നു, ന്യൂയോർക്ക് ഉണ്ടായതുകൊണ്ട് ഇത് ചൂസ് ചെയ്ത് ന്യൂയോർക്കിലെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ. അപ്പോൾ അവർക്ക് 16 ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഏറ്റവും നല്ല ബെൽബി ഹോസ്പിറ്റൽ കാരണം മൻഹാട്ടൻ ചൂസ് ചെയ്ത് ഇത് എടുത്തു. നമുക്ക് അന്നൊക്കെ ചെറുപ്പത്തിൽ ഇതല്ലേ ഏറ്റവും വലിയ അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞു, എന്നെ ലഞ്ചിന് വിളിച്ച് തലേന്ന്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ചാനൽ ഇത് നമ്മുടെ ഇന്ത്യൻസ് ഒത്തിരി വർക്ക് ചെയ്യുന്നതാണ്, എലിസബത്ത് അങ്ങോട്ട് ട്രൈ ചെയ്ത്. അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ എന്നാൽ അങ്ങോട്ട് തരാം. അവർ റെഡിലി എൻ്റെ പെർമിറ്റാണ്, അന്ന് പെർമിറ്റാണ് വെച്ചാൽ CGFNS കഴിഞ്ഞാൽ നമുക്ക് 1 വർഷം ഇവിടുത്തെ ഗ്രാജുവേറ്റ് നഴ്സ് പോലെ വർക്ക് ചെയ്യാം. സാലറി ഇച്ചിരി കുറവാണ്, പക്ഷേ 6ൻ്റെ ഏകദേശം സാലറി ഉണ്ട്. അങ്ങനെ പക്ഷെ 1 വർഷം തന്നെ നമ്മൾ എക്സാം എഴുതി പാസ്സാവണം, അല്ലെങ്കിൽ തിരിച്ചു പോകണം, നമ്മൾ പാസ്സാവണം. അപ്പോൾ CG അങ്ങനെ
അന്ന് അപ്പം എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ വലിയ ബിസിയാണ്. എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും പുള്ളിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാനന്ന് ട്യൂട്ടറായിരുന്നു, സപ്പോർട്ട് ട്യൂട്ടറായിരുന്നു. എനിക്ക് കണ്ടന്റ് നല്ലതായിട്ട് അറിയാം. പിന്നെ നാച്ചുറലി നമ്മൾ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ കറിക്കരിയ അങ്ങനത്തെ കിച്ചണിലെ ജോലി ചെയ്യുമ്പോൾ പുള്ളി ക്വസ്റ്റ്യൻ വായിച്ചു തരുമ്പോൾ ആൻസർ പറയാൻ സ്കിപ്പ് ആൻസർ കറക്റ്റ് ആണെങ്കിൽ തെറ്റ് മാത്രം പുള്ളി റാഷണൽ വായിക്കും. അങ്ങനെയാണ് ഞാൻ കൂടുതലും പഠിച്ചത്. അല്ല നമുക്ക് അപ്പോൾ അങ്ങനെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം അറൻ പാസ്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ആ ചർച്ചിൽ അത് പറയുന്നത് ശരിയല്ല, 10 പേര് എഴുതി, അവരൊക്കെ പലരും എഴുതിയ, ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രയാസം, ഇത്രയും പേര് എഴുതിയിട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതുക അങ്ങനെ. പക്ഷേ ദൈവത്തിന് മഹത്വം, അത് കർത്താവിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകണം. അങ്ങനെ എന്തായാലും ദൈവം ഞങ്ങളെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ എനിക്ക് അന്ന് ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് ക്വീൻസ് ജനറൽ വർക്ക് ചെയ്യുക, പിന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ഞാൻ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സും ജോലി, ക്രിട്ടിക്കൽ കെയർ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് മാസ്റ്റേഴ്സ്. ഫസ്റ്റെന്ന് 2-3 ഉണ്ട്. അത് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ആഗ്രഹം, മാസ്റ്റേഴ്സ് ചെയ്യുക, ഇൻസ്ട്രക്ടറായിട്ട് പഠിക്കുക. ഞാൻ ഈ CMCയിൽ ഞങ്ങൾക്ക് ഹിന്ദി എന്നൊരു സബ്ജക്റ്റ് ഉണ്ട് നഴ്സിങ്ങിൽ, ഒരു സബ്ജക്റ്റ് വിടുമ്പോൾ അതിനകത്തൊരു എസ്സേ എഴുതണമായിരുന്നു. ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്, എന്തുവാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പോൾ എൻ്റെ അമ്മച്ചി നേഴ്സായിരുന്നു, പക്ഷേ അമ്മച്ചി ഇടയ്ക്ക് വെച്ച് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തു, പബ്ലിക് ഹെൽത്തിൻ്റെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷനൊക്കെ. പക്ഷേ ബാച്ചിലേഴ്സ് ഉള്ളവരെ, അമ്മച്ചി ജനറൽ നഴ്സിംഗാണ്, ബാച്ചിലേഴ്സ് ഉള്ളവരെ നഴ്സിംഗ് പഠിപ്പിക്കാവൂ എന്ന നിയമം വന്നപ്പം അമ്മച്ചിക്ക് അത് വിടേണ്ടി വരും. അത് ആശ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഞാൻ ഇടയ്ക്ക്, എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്, ഫാർമസിയോ. ഇപ്പം എന്നോട് നീ മെഡിസിൻ ഒന്നും പോകണ്ടെന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്തില്ല. എന്നുവെച്ചാൽ എനിക്ക് നല്ല ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, അത് ടു മച്ച് റെസ്പോൺസിബിൾ. അമ്മച്ചി നീ അത്രയും ചെറുപ്പത്തിൽ ഫാർമസി ബോറിങ്, എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ഒത്തിരി. അപ്പോഴും എന്നാലും എനിക്ക് നഴ്സിങ്ങിനോട് പുള്ളിക്കാരത്തി ഒത്തിരി എൻകറേജ് ചെയ്തന്നെ. അന്നേരം അമ്മച്ചിയുടെ ആ ഇതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കണം എന്നുള്ള പണ്ടേ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഹിന്ദി എസ്സേ എഴുതിയത്, വാട്ട് യു വാണ്ട് ടു ബി ഇൻ ഫ്യൂച്ചർ, ഐ വാണ്ട് ടു ബി എ നേഴ്സ് കം ആൻ ഇൻസ്ട്രക്ടർ, ഐ വാണ്ട് ടു പ്രാക്ടീസ്. ആൻഡ് അത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും സംഭവിച്ചത്. അതാദ്യം നമ്മുടെ ഇത്. അപ്പം ഞാൻ മിഷൻ ആഗ്രഹിച്ചു, ദൈവം അത് തന്നു. ഒരു വർഷം എൻ്റെ ഒരു നല്ല സ്ട്രോങ് ഫൗണ്ടേഷനായിരുന്നു എനിക്ക് ക്ലിനിക്കലി. എന്നുവെച്ചാൽ CMC എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് ഒട്ടൻചിത്രം എന്ന് പറയുന്ന വില്ലേജാണ്, വെരി സ്ക്രാച്ചിലാണ്. ഡോക്ടേഴ്സിനെ പേഷ്യൻ്റ് കാണുന്നതിന് 50 പൈസയുള്ളന്ന്, 50 പൈസയാണ്, ഭയങ്കര ബിസി. ഞാനാണെങ്കിൽ 44 ബെഡ് ഹോസ്പിറ്റൽ യൂണിറ്റിൻ്റെ ചാർജ് ഒന്നും അറിയത്തില്ല, ഗ്രീൻ ബീൻ അല്ലേ, നമ്മൾ ICUവിൽ 2 മാസം ജോലി ചെയ്തിട്ട് ഇപ്പുറത്ത്. അപ്പം ഡോക്ടർ തര്യൻ്റെ ഫ്ലോറാണ്, ഡോക്ടർ തര്യൻ്റെ ഫ്ലോറ്. അപ്പം ആ പുള്ളി ENT സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് സ്കിന്ന്, അത് കഴിഞ്ഞ് മെഡിസിൻ, സർജറി, 4 സർവീസുള്ള ബിസിയാണ്. എങ്ങനെ ദൈവം കൃപ തന്നു. പിന്നെ എനിക്ക് അമ്മ, എനിക്ക് കർത്താവ് ഒത്തിരി പഠിച്ചു. എന്നുവെച്ചാൽ ആദ്യത്തെ ദിവസം ഞാൻ ICU ഈ തിളപ്പിക്കുക ഈ പരിപാടിയൊന്നും CMCയിലില്ല, എനിക്കറിയത്തില്ല. കുറേ ആരാണ്ട് പറഞ്ഞു കുപ്പിയിലെ ബോട്ടിലൊക്കെ തിളപ്പിക്കായിട്ടിട്ട് ഞാൻ ഓഫ് ചെയ്യാൻ വറുത്തു, മുഴുവൻ വറുത്തു. അങ്ങനെയാണ് എൻ്റെ നഴ്സിംഗ് തുടങ്ങിയത്, വിത്ത് ഫോളിഷ്നെസ്. അത് പറയുന്നതിൽ എനിക്കൊരു മടി. ഞാൻ സ്റ്റുഡൻസിനോട് പറയും, ഇതാണ് നമ്മൾ ഈ ഒന്നും പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ CMC ഞാൻ പഠിച്ചു 1 വർഷം കൊണ്ട്. പിന്നെ മാരേജ് ചെയ്ത് പോകുന്നെങ്കിലും 1.5 വർഷം എന്നെ ഒരുപാട്. പിന്നെ ഒരു കാര്യം, ചില പേഷ്യൻസിനെ ഞാൻ മാത്രമേ ഡ്രസ്സിങ്, അങ്ങനെയൊക്കെ ക്യാൻസറൊക്കെ ഉള്ള ENT ഒക്കെ ഉണ്ടായിരുന്നു, ഹണി ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് പ്രാർത്ഥിക്കുമായിരുന്നു. ഡോക്ടേഴ്സ് ഇപ്പോഴും ഡോക്ടർ ജോൺ സർജറി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് പുള്ളിക്കാർ. അവരെല്ലാം മുണ്ടും ജിബയൊക്കെ ഇടുന്നത്, സിംപ്ലിസിറ്റി. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ റൗണ്ട്സിന്, ഞാൻ എല്ലാ റൗണ്ട്സ്, ഞാൻ മാനേജറായതുകൊണ്ട് എല്ലാ റൗണ്ട്സിനും പോകണം. പിന്നെ അപ്പം ഒരു പെങ്കുച്ചു ക്യാംഫർ, കർപ്പൂരം അല്ലേ, കർപ്പൂരം വെച്ച് കത്തിച്ചു, എന്തോ ഗിൽറ്റ് മറയ്ക്കാൻ വേണ്ടി. ഇന്നും അതെനിക്ക് ഓർമ്മയുണ്ട്. കർപ്പൂരം വെച്ച് കത്തിച്ച് ഇതങ്ങ് സോസറൈസ് ആയിപ്പോയി കൈ. എന്നിട്ട് അഡ്മിറ്റായി അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് ഡോക്ടർ ജോൺ പറഞ്ഞ, നീ സ്വന്തമായി ശിക്ഷ അനുഭവിക്കണ്ട, ഒരാൾ നിനക്ക് വേണ്ടി ശിക്ഷ എടുത്തു. അവിടെ വെച്ച് ആ സുവിശേഷം ഫുൾ ഗോസ്പൽ, റൗണ്ട്സ് ഒന്നും വേറെ പേഷ്യൻ്റ് ഒന്നുമില്ല, അവിടെ വെച്ച് പറഞ്ഞു. അങ്ങനെയുള്ള
ഒരു ഡോക്ടർ, ഒരു സെൽവിനുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇപ്പം കംപ്ലീറ്റ് മെഡിക്കൽ ജോലി വിട്ടു. ആത്മഭാരം കൊണ്ട് മെഡിസിൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വിട്ടു. അങ്ങനെയുള്ള ഭയങ്കര നല്ല ഡെഡിക്കേറ്റഡ് ആൾക്കാരെ കർത്താവ് നമുക്ക് മെൻറ്റേഴ്സായിട്ട് തന്നു. അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാ വിഷയം പ്രാപിച്ചുകൊണ്ട് പലപ്പോൾ ഡോക്ടറോട് പറയും എനിക്ക് എലിസബത്തിനെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു ഒട്ടൻചിത്രത്ത്. അങ്ങനെ ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ നമുക്ക് തന്നു. പിന്നെ ഈ എഡ്യൂക്കേഷൻ അവിടെ ഞാൻ പഠിപ്പിച്ചു. എന്നേലും പ്രായമുള്ള ANM കഴിഞ്ഞിട്ട് ജനറൽ നഴ്സിംഗ് വരുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എത്ര 22 ദിവസം കല്യാണം കഴിഞ്ഞു. അന്ന് 21 വയസ്സുള്ളപ്പോൾ എന്നേലും പ്രായമുള്ളവരെ പഠിക്കണം. അന്നും നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിട്ട് ബാറ്റ് കളിച്ചു. അതിന് ശരിക്കും എന്നെ റിപ്രിമൈൻഡ് ചെയ്ത് പ്രിൻസിപ്പൾ, നിനക്ക് യൂണിഫോം റെസ്പെക്റ്റ് ഇല്ല, അത്രയും ചൈൽഡിഷ്നെസ് മാറിയിട്ടില്ലാത്ത. അങ്ങനെ പിന്നെ ഈ ഡോക്ടർ തര്യൻ്റെ ഫ്ലോറിൽ 44 ബെഡ്റൂം ഞാൻ തന്നെയാണ് നമ്മൾ ബില്ല് ഇടേണ്ടത്, എങ്ങനെ ബില്ല് ചെയ്യണം. പിന്നെ ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററേ ഉള്ളൂ. അപ്പോൾ ക്ലിനിക്കൽ പ്ലസ് അഡ്മിനിസ്ട്രേഷൻ എവറിത്തിങ് ഇൻ ഫസ്റ്റ് ഇയർ. അതുകൊണ്ട് രാവിലെ ഇനി ക്ലാസ്സൊന്നും ഇടാൻ ഡോക്ടർ തരിയൊന്നും സമ്മതിക്കത്തില്ല, റൗണ്ട്സ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ്. അപ്പോൾ രാവിലെയൊക്കെ ഞാൻ യൂണിഫോം ഇട്ടാൽ ഒരു രാത്രി 11 വരെ ടൈമൊന്നും ഇല്ല. ഈ 500 രൂപയ്ക്കാണ് ഞാൻ ജോലി ചെയ്യുക. അന്ന് എനിക്ക് വേറൊരു ഇതില്ലല്ലോ, മാരേജ്. അങ്ങനെ ഡെഡിക്കേറ്റഡ്. ഞാൻ അതുകൊണ്ട് പറയും, നമ്മൾ ചെയ്യുന്ന അല്പത്തിൽ വിശ്വസ്തനെ മാത്രമേ ദൈവം അധികാരത്തിലാകത്തുള്ളൂ. അത് പേഷ്യൻ്റ് കെയർ ആണെങ്കിലും ഏത് വിഷയം, ഏത് ഫീൽഡാണെങ്കിലും അതെ, നമ്മൾ എത്രത്തോളം വിശ്വസ്തരാകുന്നോ ദൈവം നമ്മളെ അതനുസരിച്ച് വേണം. അപ്പം അങ്ങനെ ഒരു അനുഭവത്തിൽ അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ക്രിട്ടിക്കൽ കെയറിൽ മാസ്റ്റേഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ഇൻസ്ട്രക്ടറായിട്ട് വേറെ ഈ സിറ്റി സിസ്റ്റത്തിൽ തന്നെ വേറെ ലിങ്കൺ ബ്രോൺസിൽ ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാൻ കിട്ടി. പിന്നെ ഞാൻ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ അവിടുത്തെ ഈ സ്റ്റാഫ് ഡെവലപ്മെൻറ്റിലുള്ളവരാണ് നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഇൻസ്ട്രക്ടേഴ്സ്. ഇവിടുത്തെ നാട്ടിലെ സിസ്റ്റം അല്ലല്ലോ, ഹോസ്പിറ്റലും ഇതുമായിട്ട് കണക്ഷൻ ഇല്ല. അമേരിക്കൻ സിസ്റ്റം അങ്ങനെ, നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലല്ല നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അക്കാഡമിയല്ല. അപ്പോൾ അവരിവിടെ വരുന്നോടനെ ഞാൻ പലപ്പോഴും അപ്ഡേറ്റ്സ്, വെൻറ്റിലേറ്ററിൻ്റെ അപ്ഡേറ്റ് അങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇൻസ്ട്രക്ടേഴ്സ് എന്നോട് വലിയ കാര്യം. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ ഇൻസ്ട്രക്ടറായിട്ട് വരാമോ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ലെക്ചറിൻ്റെ ടൈറ്റിലുണ്ട്. അപ്പം എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് 2 ദിവസം പഠിപ്പിച്ചാൽ മതി, 6 മണിക്കൂർ 12 മണിക്കൂറേ ഉള്ളൂ ഇവിടെ പഠിപ്പിക്കേണ്ടത് നമുക്ക്, ഫുൾ ടൈം. പിന്നെ നമ്മൾ ഫ്രീയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ചേർത്ത് സാലറി നല്ലതായിട്ട് ഡ്രോപ്പാണ്. വെച്ചാൽ നമ്മൾ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എനിക്ക് അങ്ങനെ പൈസ എന്നുള്ള അങ്ങനെ രീതിയിലല്ലല്ലോ വേണം. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് എൻ്റെ കൊച്ചുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് എൻ്റെ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് ജോലി റിസൈൻ ചെയ്ത് ഇൻസ്ട്രക്ടർ 95-ലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്ട്രക്ടറായിട്ട് സിറ്റി സിസ്റ്റം ന്യൂയോർക്ക് സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ ബ്രോൺസ് കമ്മ്യൂണിറ്റി കോളേജിൽ ഞാൻ കയറും. 2 വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ മാറി പലയിടത്തും ഇങ്ങനെ വർക്ക് ചെയ്തു. നായക്കിൽ ഞാൻ ഹണ്ടർ കോളേജ് എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ആണ് ഒരു കോളേജാണ് ഇതിൻ്റെ അണ്ടർ. എന്തുകൊണ്ട് അണ്ടർ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഫണ്ടമെൻറ്റൽസ് ഓഫ് നഴ്സിംഗ് ബുക്ക് ഞങ്ങളെല്ലാം അമേരിക്കൻ ബുക്കായിരുന്നു നഴ്സിങ്ങിന് പഠിക്കുന്നത്. അപ്പോൾ അന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഈ ബുക്കിനൊക്കെ ഭയങ്കര വിലയാണ്. നമ്മുടെ പേരൻസിൻ്റെ ഇപ്പോൾ അത് കുറേ കൂടെ. അന്ന് ഞങ്ങൾ ചെയ്യുന്നത് CMCയിൽ ഇഷ്ടംപോലെ മെഡിസിൻ്റെ ബുക്കുണ്ട്. മെഡിസിൻ്റെ ലൈബ്രറി, നഴ്സിംഗ് നല്ല ലൈബ്രറി ഉണ്ട്. മെഡിസിൻ ബുക്ക് വളരെ ചീപ്പാണ്. CGS ചക്രവർത്തിയുടെ ഇത്രയുള്ള മെഡിസിൻ സെക്കൻഡ് ഹാൻഡ് ബുക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അത് വാങ്ങിക്കും. അതുകൊണ്ട് നമുക്ക് നോളജ് വളരെ ഉണ്ട്. പിന്നെ നഴ്സിങ്ങിൻ്റെ ബുക്കൊക്കെ നോട്ട് എഴുതി കഴി. അന്ന് ഞാൻ പഠിച്ച ഹൈമർ ആൻഡ് ഹെൻഡേഴ്സൺ ഫണ്ടമെൻറ്റൽസ് നഴ്സിങ്ങിൻ്റെ ബുക്കിൽ മുഴുവൻ ഈ കോളേജിൻ്റെ പിക്ചേഴ്സാണ്. നായക്കിൻ്റെ അല്ല ബെൽവ്യൂ, ഹണ്ടർ ബെൽവ്യൂ. അപ്പോൾ ബെൽവ്യൂ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആണ് അമേരിക്കയിലെ ആദ്യത്തെ സ്കൂൾ ഓഫ് നഴ്സിംഗ്. അത് നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിലാണ് ഞാൻ അണ്ടറിൽ വർക്ക് ചെയ്തത്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം നമുക്ക് ഈ നമ്മുടെ മൈനോറിറ്റിയാണ്, നമ്മൾ ഇന്ത്യൻ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമുക്ക് ഇന്ത്യൻ ആക്സെൻ്റ് ഉണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്റ്റാഫ് ഡെവലപ്മെൻറ്റിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എന്നോട് ചിലർ പറയുന്നത് നീ അക്കാഡമിയാണ് വർക്ക് ചെയ്യണം, യു ഹാവ് എ ഗിഫ്റ്റ് ടു എക്സ്പ്ലെയിൻ തിങ്സ്. അപ്പോൾ ഞങ്ങൾക്ക് BCLS പഠിപ്പിക്കണം, കാർഡിയാക് സപ്പോർട്ടും അതൊക്കെ ഡോക്ടേഴ്സിനും പോലീസിനും എല്ലാം നമ്മളാണ് പഠിപ്പിക്കുന്നത് സ്റ്റാഫ് ഡെവലപ്പ്. അപ്പോൾ അവരെല്ലാവരും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് എടുത്ത BCL ഇത്രയും തറവായിട്ട് ആരും പഠിപ്പിച്ചിട്ടില്ല. അന്നേരം നമുക്കൊരു കോൺഫിഡൻസ് അതിനകത്തുണ്ട്. പിന്നെ ഒരു പ്രൊഫസർ ഈ ലീമൻ, ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന കോളേജിൻ്റെ പ്രൊഫസർ വന്നപ്പോഴും എന്നോട് പറഞ്ഞു, എലിസബത്ത് യു ഷുഡ് കൺസിഡർ കമ്മിങ് ടു അക്കാഡമി, സ്റ്റുഡൻസിന് അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. അന്നേരം എന്തൊക്കെയുണ്ടല്ലോ, നമ്മൾ ഇന്ത്യയെ പഠിച്ചതാണ്, നമുക്ക് അക്സെൻ്റ് ഉണ്ട്, നീളമില്ല, അതൊരു വലിയൊരു ഇതാണ് കേട്ടോ. ഉണ്ട്, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്.
അങ്ങനെ ദൈവം ഓരോരുത്തരെ കൊണ്ടുവന്ന് എന്നെ പുഷ് ചെയ്ത് അങ്ങനെ ഞാൻ ഇങ്ങനെ വരുമെന്ന് ഇൻവൈറ്റ് ചെയ്തു, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരും, മലയാളം പഠിപ്പിക്കും, എഴുതാനും വായിക്കാനും ഒക്കെ. അങ്ങനെ പിന്നെ ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു, നീ മാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, 13 ക്രെഡിറ്റ് എഡ്യൂക്കേഷൻ ഇല്ലാതെ ലെക്ചർ തരത്തില്ല. എനിക്ക് ക്ലിനിക്കലേ ഉള്ളായിരുന്നില്ല, ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ. അപ്പം പിന്നെ ഞാൻ പഠിക്കാൻ അങ്ങനെ ചുരുക്കത്തി ഡോക്ടറേറ്റ് എടുത്തു. എല്ലാവരും ഇങ്ങനെ ഡോക്ടറേറ്റ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൺ ദ വേയിൽ മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ പകുതിയായപ്പം അഡ്വാൻസ് മാസ്റ്റേഴ്സ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഉണ്ട്. ടീച്ചേഴ്സ് കോളേജ് ഫേമസ് ആണല്ലോ ഇവിടുത്തെ ടീച്ചേഴ്സ് കോളേജിൽ നിന്ന് അങ്ങനെ ഒരു ഡിഗ്രി ഉണ്ട്. അത് കഴിഞ്ഞ് വാൾഡൻ യൂണിവേഴ്സിറ്റി ഞാൻ ഹയർ എഡ്യൂക്കേഷനിൽ എൻ്റെ PhD ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹണ്ടറിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റി എലിസബത്ത്, അപ്പം ഞാൻ കാർഡിയക് പോർഷൻ നേഴ്സ് പ്രാക്ടീഷേഴ്സിന് എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് NP ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫാക്കൽറ്റിയായിട്ട് അവർ അപ്പം ഒരു ജോന ഹോഫ്മാരെന്ന് പറയാം, പുള്ളിക്കാരി പറഞ്ഞു, എലിസബത്ത് നീ NP ഫാക്കൽറ്റി ആവണം. സോ ഞാൻ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ NP എടുത്തു. അവിടെ തന്നെ സ്റ്റുഡൻറ്റാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഓഫീസിൽ ഇരുന്ന് എക്സാം എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, ആരും പിന്നെ പറയരുത്, ഞാൻ ഈസി എടുത്തത്. ഞാൻ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്നു, മറ്റേ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരുന്ന് എക്സാം എഴുതും. ഐ വാസ് ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻറ്റ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ 2010 ഞാൻ NP കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ചില പൊളിറ്റിക്സൊക്കെ ഇതിനകത്ത് ഒത്തിരി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് നമ്മളെ ഡിസ്ക്രിമിനേഷൻ ഒരുപാടുണ്ട് അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ചൂട് വലിച്ച് താഴോട്ടിടാനുള്ള ഇത് ഒരുപാട്. അപ്പം നമ്മൾ എപ്പോഴും നിറത്തിൻ്റെ പേരിലാണോ, നിറത്തിൻ്റെ പേരല്ല, എല്ലാം ഉണ്ട് അതിനകത്തുണ്ട്. അപ്പം അന്ന് ഇതിനകത്ത് വേറെ നിറം കൂടുതലുള്ളവരാണല്ലോ സ്പാനിഷൊക്കെ, അന്ന് അധികം ഇല്ല അവരൊക്കെ. പക്ഷെ അവർക്ക് ഫൈറ്റേഴ്സ് അവരല്ല. നമ്മൾ കർത്താവിനോട് പറയും, കർത്താവ് ഞാൻ പരദേശിയാണ്. കർത്താവിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വിധവ, അനാഥൻ, പരദേശിക്ക് സ്പെഷ്യൽ ഇതുണ്ട്. അപ്പോൾ കർത്താവിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് വളരെ ശ്രേഷ്ഠമായി ചെയ്തു തരും. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് ഫസ്റ്റ് അവർ വിത്ത് ലോഡ് അതെനിക്ക് മസ്റ്റാണ്. ഞാൻ ഒട്ടൻചിത്രത്ത് വർക്ക് ചെയ്തപ്പോഴും സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തും ഞാൻ ഒരു പ്രെയർ ലൈഫ്, എനിക്ക് ഒരു ഇൻറ്റിമസി വിത്ത് ദ ലോഡ്. ഏത് പ്രൊഫഷനിലാണെങ്കിലും, നഴ്സിംഗ് ആകട്ടെ, ഏത് പ്രൊഫഷനിലാണെങ്കിലും ഡോക്ടർ എലിസബത്ത് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഫസ്റ്റ് അവർ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ എന്ത് ചെയ്യും, മാറ്റും, തീർച്ചയായിട്ടും മാറ്റും. ഞാൻ അപ്പം ആ ഹണ്ടറിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു 2009 ആയപ്പോഴത്തേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ എനിക്കൊരു അതിനകത്തൊരു പ്രശ്നം ഒരുപാടുണ്ട്. പുഷ് ആൻഡ് പുള്ള ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ പുഷ് ചെയ്യുന്നതും പുള്ള ചെയ്യുന്നതുമായിട്ട് അതുപോലെ പുള്ള വന്നു. ഞാൻ കോളേജ് ക്രിസ്ത്യൻ അലയൻസ് തിയോളജിക്കൽ സെമിനാരിയുടെ ഒരു പാർട്ടായിട്ട് നഴ്സിംഗ് തുടങ്ങാൻ അവർ 50 വർഷം തൊട്ടേ പ്ലാൻ ചെയ്യുന്നു. എന്നുവെച്ചാൽ ഞാൻ ജനിച്ചിടം തൊട്ടേ, അന്ന് എനിക്ക് ആ പ്രായമുള്ളൂ. അതുകൊണ്ട് പ്ലാൻ ചെയ്യുന്നത് ദൂരം നഴ്സിംഗിന് ഒത്തിരി സാധനങ്ങളും എല്ലാം വേണമല്ലോ, ഒരുപാട് ഫണ്ട് വേണം. അപ്പോൾ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം 5 വർഷമായിട്ട് റിക്രൂട്ട് ചെയ്യാം. അപ്പം ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഭയങ്കര സ്ക്രൂട്ടണായ ഉള്ള ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് NYCD. അപ്പോൾ അവർക്ക് 6 വർഷമെങ്കിലും മിനിമം ഫുൾ ടൈം ഫാക്കൽറ്റി ആയിട്ട് ഇരുന്നവർ മാത്രമേ ഇവിടെ വരൂ. ഇത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ കോളേജ്. ഇവർക്ക് ഒരു ഡെഡിക്കേറ്റഡ് ക്രിസ്ത്യനെ വേണം. അവരുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളെ ഈ അലയൻസ് എന്ന് പറയുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇവരുമായിട്ട് ഒരുമിച്ച് തുടങ്ങിയതാണ്. പിന്നെ അന്യഭാഷയുടെ പേരിലാണ് AB സിംപ്സൺ ഇവരുമായിട്ട് ചെറുതായിട്ട് മാറിയത്. പക്ഷേ ദേ ആർ വെരി ഇവാഞ്ചലിക്കൽ ഫോക്കസ്ഡ് അവർ. അപ്പോൾ അങ്ങനെ നോക്കി കുറേ നോക്കിയും പുറത്തുനിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നു. ക്രിസ്ത്യൻ ലീഡേഴ്സ് കൂടുതലും വെള്ളക്കാരെ തന്നെയാണ് അവർ നോക്കി, കിട്ടിയില്ല. അപ്പം പിന്നെ ഒരു കൺസൾട്ടൻ്റ് ഡോക്ടർ തെരേസ വുഡ് ഉണ്ടായിരുന്നു. അത് രവി സക്കറിയാസോട്ടൊക്കെ കണക്ഷനുള്ളവർ. അവർ നാസറീൻ യൂണിവേഴ്സിറ്റിയുടെ ഡീനായിരുന്നു. അവർ ഇത് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ലോക്കൽ നോക്കിയാൽ മതി, നിങ്ങൾ വെളിയിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നു, പൈസ കളഞ്ഞു, നമ്മൾ ഇതിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഒരു പിയർ റിവ്യൂഡ് ആർട്ടിക്കിൾ ഹണ്ടറിൽ വെച്ച്, ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് വന്നത്, പിന്നെ പബ്ലിഷ് ചെയ്തു വന്നു. അതെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ആൻഡ് നഴ്സിംഗ് ആൻഡ് റിമാർക്കബിൾ ഇമ്പാക്റ്റ് ഇൻ ഇന്ത്യ. അതാണ് എൻ്റെ കൺസെപ്റ്റ്, ഹൗ നഴ്സിംഗ് ആൻഡ് ക്രിസ്ത്യാനിറ്റി ആർ മാരീഡ് ഇൻ ഇന്ത്യ. അപ്പം അശോകയുടെ ടൈമിലുള്ള എല്ലാം ഹിസ്റ്ററിയും അത് ട്രാൻസിഷനും ബുദ്ധിസവും എല്ലാം ഉണ്ട് അതിനകത്ത്. ഒരു വെൽ സെർച്ച്ഡ് ആർട്ടിക്കിൾ. അത് വായിച്ചിട്ടാണ് എന്നെ ഇവർ വിളിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് അതിനകത്തുള്ളത്
ടു ദ എൻഡ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഗിവ് യുവർ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് യുവർ ലേബർ. ഞാൻ കൊടുത്തതുപോലെ ഗിവ് ഇറ്റ് ടു ദ മിഷൻ. ഞാൻ ഇന്നും എൻ്റെ പിള്ളേരോടോ ചെറുപ്പക്കാരോടും പറഞ്ഞു, ഒരു വർഷമെങ്കിലും മാരേജിന് മുമ്പ് കർത്താവിന് വേണ്ടി കൊടുക്കുക ഒരു മിഷനിൽ. ദൈവം അത് ഭയങ്കരമായിട്ട് ബ്ലെസ് ചെയ്യും, നമുക്ക് ഓണർ ചെയ്യും. നമ്മുടെ ബിയോണ്ട് ഇമാജിനേഷൻ. എനിക്ക് ഒരു ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യണം, സൺഡേ ഓഫ് കിട്ടണം എന്നൊരാഗ്രഹമുള്ളായിരുന്നു. പക്ഷേ ദൈവം നമ്മളെ കൊണ്ടുപോയത് മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലാക്കി ബിയോണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇൻസ്ട്രക്ടറായിട്ട് തുടങ്ങി പഠിച്ചു. പിന്നെ നായ കോളേജിൽ ഇങ്ങോട്ട് വിളിക്കുക. അപ്പോൾ ഞാനൊരു അപ്പോൾ എനിക്കൊരു കൺസൾട്ടിങ് ജോബുണ്ട്. ഞങ്ങൾക്കൊക്കെ ഫാക്കൽറ്റി പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഫാക്കൽറ്റി അവരെ എൻകറേജ് ചെയ്യും അറ്റ്ലീസ്റ്റ് 8 hours വെളിയിൽ വർക്ക് ചെയ്ത് നമ്മുടെ ക്ലിനിക്കലോ അഡ്മിനിസ്ട്രേറ്റീവ് ഇത് കീപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് HSCയുടെ മെയിൻ ഓഫീസിൽ ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടൻ്റ് ജോലിയുണ്ട്. അപ്പോൾ അതിന് രാവിലെ ഒരു ഫയൽ, ഇപ്പോൾ ഞങ്ങളുടെ കോളേജ് UN അടുത്ത്, എൻ്റെ ഹസ്ബൻഡ് UN-ലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഒരു ഫയൽ എടുക്കാൻ വന്നപ്പോൾ ഒരു ഫോൺ, എൻ്റെ ഓഫീസ് ഫോൺ റിങ് ചെയ്യുവാണ്. വി ആർ ഫ്രം ക്രിസ്ത്യൻ കോളേജ്, വി റെഡ് യുവർ ആർട്ടിക്കിൾ ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർ എ ലീഡർ, വുഡ് യു ബി ഏബിൾ ടു കം ആൻഡ് ജോയിൻ അസ്. ഞാനങ്ങ് സ്റ്റണ്ടായി. ഇതെന്തൊരു ജോലി, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കാണല്ലോ കോൺഫിഡൻസും ഇല്ല വാസ്തവം പറഞ്ഞാൽ. എന്നുവെച്ചാൽ എൻ്റെ വിചാരം എൻ്റെ അണ്ടറിൽ ഇവിടുത്തെ ആൾക്കാർ വർക്ക് ചെയ്യണം. അന്ന് ഇപ്പോൾ ഒത്തിരി ഫാക്കൽറ്റി നഴ്സിംഗ് നമ്മുടെ ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, ബ്ലാക്ക് വൈറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ അതിന് ഒന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഓൾ യു ഹാവ് ടു ഡു ഇസ് പ്രേ അബൌട്ട് ഇറ്റ്. ഞാൻ താഴെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതെന്തൊരു ജോലി, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാം യു പ്രേ അബൌട്ട് ഇറ്റ്. ഞാൻ 6 മാസം പ്രാർത്ഥിച്ചു.